അതാണ് ഇതിന്റെ ഒരു കേസ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, അടുത്തത് ഇവന്മാര് പറയുന്നത് ഇതിനകത്ത് ഈ സാധനം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി API എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. API എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. ഇതിനകത്ത് ഓക്കെ ഇതാണ്ട accepting is the functionalities built on client side JavaScript. ഓക്കെ, ഈ ഒരു ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ക്ലയന്റ് സൈഡ് ജാവാസ്ക്രിപ്റ്റിന്റെ മേളിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിനെ നമ്മൾ API എന്ന് പറയും, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. എന്ന് വെച്ചാൽ നമ്മുടെ ജാവാ കോഡിന് ഈ HTML ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഇല്ലേ, ഇവിടെ സംഭവിച്ച എന്താ സൂക്ഷിച്ചു നോക്കിയാ, ഇവിടെ ബൈ ഡിഫോൾട്ട് എന്റെ HTML-നകത്ത് ഒരു ബട്ടൺ ഉണ്ട്, ബട്ടണിന് ഒരു ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് ഇവിടെ ചെയ്ത പണി എന്താന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ എന്റെ പേര് കൊടുത്തപ്പോ ആ ഒരു ടെക്സ്റ്റിനെ മാറ്റിയിട്ടാണ് ഈ സാധനം വെച്ചത്, എന്റെ പേര് വെച്ചത്. ഞാൻ അവിടെ കൊടുത്ത ടെക്സ്റ്റ് എന്താണോ അതിനെ മാറ്റിയിട്ടാണ് ഈ ഒരു പേര് വെച്ചത്. സോ ലൈക്ക് ആ ഒരു HTML ഇന്ററാക്ഷൻ ഇല്ലേ, അത് APIs ത്രൂ ആണ് നടക്കുന്നത്. നമുക്കപ്പോ മൊത്തത്തിൽ രണ്ട് ടൈപ്പ് ഓഫ് API കാറ്റഗറൈസേഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇമാര് ഇമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ബ്രൗസർ API ഉണ്ട്. ഇവിടെ ഇതിനകത്ത് കൊടുത്തേക്കുന്ന പോലെ ഒന്നെന്ന് പറയുന്നത് ബ്രൗസർ API ഉണ്ട്, ബ്രൗസറിനകത്ത് നിൽക്കുന്ന API. രണ്ടെന്ന് പറയുന്നത് തേർഡ് പാർട്ടി API. ബ്രൗസർ API വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ സിമുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ പേര് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സാധനം വരണം, ഇങ്ങനെ സാധനങ്ങൾ മാറണം, ഇതൊക്കെ ബ്രൗസറിനകത്ത് കിടക്കുന്ന ചേഞ്ചാണ്. ബ്രൗസർ ഡിപ്പെൻഡന്റ് APIs ആണ് യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ തേർഡ് പാർട്ടി APIs ഉണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്ക് ട്വിറ്ററിന് API ഉണ്ട്, ഗിറ്റബിന് API ഉണ്ട്. ലൈക്ക് ആ API ലൈക്ക് തേർഡ് പാർട്ടി APIs എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുന്നത് ഇവർക്കൊരു ഡേറ്റാബേസ് ആണ്, ആർക്ക്, ഗിറ്റബിന്. സോ ഇവരുടെ ഡേറ്റ നമുക്ക് ഇവരുടെ APIs ത്രൂ ആക്സസ് ചെയ്ത് അത് നമ്മുടെ കോർഡിനേറ്റർ, അത് നമ്മൾ അറ്റ് ലാസ്റ്റ് അവസാനം അങ്ങോട്ട് പോകത്തുള്ളൂ. സോ ലൈക്ക് ബ്രൗസർ API അല്ലെങ്കിൽ API എന്താന്ന് മനസ്സിലായോ? ജസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ക്ലയന്റ് സൈഡ് ജാവാസ്ക്രിപ്റ്റിന്റെ മുകളിലുള്ള ലെയർ ആണ്. അത് വെച്ച് നമുക്ക് കുറച്ചുകൂടെ ജാവാസ്ക്രിപ്റ്റിന് സൂപ്പർ പവർ അല്ലെങ്കിൽ കൺട്രോൾ കിട്ടും. ആരുടെ മുകളിൽ കൺട്രോൾ കിട്ടും? HTML-ന്റെ മുകളിലും കിട്ടും, CSS-ന്റെ മുകളിൽ കിട്ടേണ്ടതായിരിക്കണം, കിട്ടുമായിരിക്കും. ഞാൻ ഓർക്കുന്നില്ല, കിട്ടുമെന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിനോട് പറ്റാത്തതായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ ലൈക്ക് ആ ഒരു നമ്മുടെ എഴുതിയ HTML CSS-ന്റെ മുകളിൽ കൺട്രോൾ കിട്ടും കേട്ടോ. CSS-ന്റെ സ്റ്റൈലൊക്കെ മാറ്റാൻ പറ്റും. സോ ലൈക്ക് HTML CSS-ന്റെ മുകളിൽ കൺട്രോൾ കിട്ടും. ആ ഒരു സാധനത്തിനാണ് നമ്മൾ ബ്രൗസർ APIs എന്ന് പറയുന്നത്. അതുകൂടാതെ നമുക്ക് തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വേറെ ഡേറ്റാബേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗിറ്റബിന്റെ ഒരു API എന്ന് പറയുന്നത് അതൊരു ബെസ്റ്റ് ഓപ്പൺ കൈൻഡ് ഓഫ് എക്സാമ്പിൾ ആണ്. ഇത്രയും. ഇനി നമുക്കപ്പോ ബ്രൗസർ API-നകത്ത് രണ്ട് API ഉണ്ട്, രണ്ടല്ല, മെയിൻലി ഒരു API ആണുള്ളത്. ആ API എന്ന് പറഞ്ഞാൽ ഇവന്മാർ അതിനകത്ത് കൊടുത്തിട്ടുണ്ടോ? ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ API. ഈ ഒരു API വെച്ചിട്ടായിരിക്കും നമ്മൾ ജാവാസ്ക്രിപ്റ്റിനകത്തുള്ള എല്ലാ ചപ്പുചവറും ചെയ്യാൻ പോകുന്നത്. ഐ മീൻ ലൈക്ക് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് HTML എഡിറ്റ് ചെയ്ത് ഡൈനാമിക് ആക്കണം. ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് HTML എഡിറ്റ് ചെയ്ത് ഡൈനാമിക് ആക്കണം. HTML or CSS ഡിപ്പെൻഡ്സ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു ഇൻ ബ്രൗസർ API, ഈ ഡോം എന്ന് പറയുന്നത് ഇൻ ബ്രൗസർ API ആണ്. ഈ API വെച്ചിട്ടാണ് നമ്മൾ HTML-ഉം CSS-ഉം ചേഞ്ച് ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്ക് ജിയോ ലൊക്കേഷൻ API ഉണ്ട്, അത് വെച്ച് നമുക്ക് ലൊക്കേഷൻ കിട്ടും, ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യാറില്ല, അത് ജസ്റ്റ് വിട്ടിരുന്നത്. യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ ഒരു കേസിൽ, ഇപ്പോഴത്തെ ഒരു ഫ്ലോയിൽ നമുക്കത് റെലവെന്റ് അല്ല. സോ ഞാൻ ഈ പറഞ്ഞ തേർഡ് പാർട്ടി APIs ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജാവാസ്ക്രിപ്റ്റ് ഡൂയിങ് ഓൺ യുവർ പേജ്. നമ്മുടെ പേജിൽ എന്താണ് ജാവാസ്ക്രിപ്റ്റിന്റെ കാര്യം? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൈനാമിക് സാധനങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി. ഇതിനകത്ത് ഒരു എക്സാമ്പിൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല. അത് തന്നെയാണ് നമ്മൾ നേരത്തെ ബട്ടൺ ക്ലിക്കിൽ ആ ഒരു കണ്ട എക്സാമ്പിൾ ഇല്ലേ, ലൈക്ക് ആ ഒരു സാധനം. അടുത്തത് ജാവാസ്ക്രിപ്റ്റ് റണ്ണിങ് ഓർഡർ ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ കോഡ് എന്ന് പറയുന്നത് എപ്പോഴും ടോപ്പ് ടു ബോട്ടം ആയിരിക്കും എക്സിക്യൂട്ട് ആണ്. എങ്ങനെ? ലൈൻ 1 തൊട്ട് ലൈൻ 8 വരെ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സാധനത്തിനെ കൊണ്ടുപോയി ഇവിടെ ഇട്ടാൽ വർക്ക് ചെയ്ത് കാണിച്ചാൽ നമുക്ക് റൺ ചെയ്ത് നോക്കാം എന്താ പറ്റുന്നത്. ഞാനപ്പോ ഇതിനെ റൺ ചെയ്ത് കുത്തി, എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. കാരണം കൺസോൾ നോക്കിയാൽ ഇവിടെ cannot access button before initialization. ഇനിഷ്യലൈസേഷൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം cannot access button before initialization. പറ്റി എന്താന്ന് വെച്ചാൽ ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. നമുക്ക് വേരിയബിൾ ജാവാസ്ക്രിപ്റ്റിൽ 3 രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു കമന്റ് ആണ്, മൾട്ടി ലൈൻ കമന്റ് എന്ന് വിളിക്കും. ഈ ഒരു കമന്റിനകത്ത് എന്തിട്ടാലും അത് ജാവാസ്ക്രിപ്റ്റ് തിരിഞ്ഞു നോക്കത്തില്ല.
ഒക്കെ തിരിഞ്ഞു നോക്കത്തില്ല. എന്നുവെച്ചാൽ അതിനകത്ത് എനിക്ക് എന്ത് വേണോ കൊടുക്കാം. ഇർഷാദ് എന്തായാലും ഒരു സ്പെല്ലിങ് ഇർഷാദ് ഫുൾ പോയി. ഇത് കൊടുത്താൽ എന്റെ കോഡ് പൊട്ടതൊന്നുമില്ല, അത് തിരിഞ്ഞു വരെ നോക്കത്തില്ല, ഒന്നും പറ്റത്തില്ല. പ്രത്യേകിച്ച് നോ റെലവൻസ്. ഞാനിപ്പോ പറയാൻ കാരണം ഞാൻ കുറച്ച് നോട്ട് ടൈപ്പ് ചെയ്യാൻ പോകും, അതുകൊണ്ടാണ്. സോ നമുക്ക് മൊത്തം 3 വേസിൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യത്തേന്ന് പറയുന്നത് വാർ യൂസ് ചെയ്തിട്ടാ. വാർ എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ്. വാർ എന്ന് പറയുന്നത് കീവേഡ്. ആ കീവേഡ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് കോൺസ്റ്റ് ഉപയോഗിച്ചാണ്, ഇതൊരു കീവേഡാണ്. മൂന്നാമത്തേന്ന് പറയുന്നത് ലെറ്റ് ഉപയോഗിച്ചാണ്. ഇവിടെ നമ്മളൊരു ഒരു വേരിയബിൾ അപ്പം ഉണ്ടാക്കിയേക്കുന്നത് വേരിയബിൾ നെയിം ബട്ടൺ ആണ്. ഇതിന്റെ കോമൺ സിന്റാക്സ് എന്ന് പറയുന്നത് ഈ 3 ആരെങ്കിലും പിന്നെ ഒരു വേരിയബിൾ നെയിം, ഈ 3 ത്രീയിൽ ആരെങ്കിലും പിന്നെ ഒരു വേരിയബിൾ നെയിം. ഓക്കെ, ഇതാണ് ഇതിന്റെ കോമൺ സിന്റാക്സ് എന്ന് പറയുന്നത്. ഈ 3 ആരെങ്കിലും പ്ലസ് ഒരു വേരിയബിൾ. ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാക്കി, അത് നമ്മൾ കോൺസ്റ്റ് വെച്ചാണ് ഉണ്ടാക്കിയത്. പക്ഷെ ബട്ടൺ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ബട്ടണിനെ വിളിച്ചു. അപ്പൊ ബട്ടൺ അവിടെ ഉണ്ടോ? ബട്ടൺ നമ്മൾ ഇവിടെയാണ് ഉണ്ടാക്കിയത്, പക്ഷെ അതിന് മുന്നേ കയറി ബട്ടൺ വിളിച്ചാൽ ബട്ടൺ വിളിയേക്കുവോ? ഇല്ല, വിളിയേക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ എറർ വന്നത്, കനോട്ട് ആക്സസ് ബട്ടൺ ബിഫോർ ഇനിഷ്യലൈസേഷൻ. ഈ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ ഇനിഷ്യലൈസേഷൻ സ്റ്റെപ്പ് എന്ന് പറയപ്പെടുന്നത്. സോ അതാണ് ആ എററിന് കാര്യം. ഞാൻ ഇവിടെ പറഞ്ഞു വന്നൊരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ വേരിയബിൾസിൻ്റെതല്ല, പകരം ടോപ്പ് ടു ബോട്ടം ആണ് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ആവുന്നത്.